ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഐവയുടെ ഒരു മികച്ച ഒരു ഹൈഫൈ സിസ്റ്റമായിട്ടാണ്. അതിൻ്റെ മോഡൽ നമ്പർ നമുക്ക് നോക്കാം. NSX S52 1500 വാട്ട്സ് PMP ആണ്. പക്ഷേ പഴയ ഒരു PMP എന്ന് പറയുന്നത് ഏകദേശം ഒരു 125 വാട്ട്സ് RMS ആണ് പെർ ചാനൽ. വളരെ പഞ്ചി ബേസും അതുപോലെ തന്നെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വോക്കൽസും ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ ടേപ്പ് വർക്കിംഗ് ആണ്, ട്യൂണറ്, വീഡിയോ, അതുപോലെ തന്നെ MD വർക്കിംഗ് ആണ്. CD നമുക്ക് വർക്കിംഗ് അല്ല, ടേപ്പ് രണ്ടും വർക്കിംഗ് ആണ്. ഇത് മെയ്ഡ് ഇൻ ജപ്പാനാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് അവരുപയോഗിച്ചിരിക്കുന്നത് IC അല്ല, ട്രാൻസിസ്റ്റേഴ്സാണ്. അപ്പം നല്ല അത്യാവശ്യം നല്ല ത്രോയാണ്, വോളിയം നല്ല ബേസുമാണ്. നമുക്കൊരു പാർട്ടിക്കൊക്കെ വെച്ച് അതിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണിത്. ഇപ്പം ഐവ കേട്ട് ഇഷ്ടപ്പെട്ടവർ ഐവ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. കാരണം അതിൻ്റെ ബേസ് ഒരു പ്രത്യേക ക്വാളിറ്റിയാണ്. നമുക്ക് സോണിക്ക് ബേസ് ഉണ്ട്, ബേസ് ഇല്ല, നല്ല നല്ല ബേസാണ്. പക്ഷേ ഐവയുടെ ബേസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലാണ്. അതുപോലെ തന്നെ അതിൻ്റെ ക്ലാരിറ്റി, ട്രിബിൾ എന്ന് പറഞ്ഞാൽ നല്ല വളരെ സൂതിങ് ആയിട്ടുള്ളൊരു ട്രിബിളാണ്. അതുപോലെ നല്ല ക്ലാരിറ്റിയാണ്. ഈ സ്പീക്കേഴ്സ് എല്ലാം നല്ല നീറ്റാണ്. പറഞ്ഞതുപോലെ ഒരു ഡാമേജും ഇല്ല. ട്യൂട്ടേഴ്സ് ആവട്ടെ, അതുപോലെ സറൗണ്ട് സ്പീക്കേഴ്സ്, രണ്ട് ബോക്സിൻ്റെ നല്ല നീറ്റാണ്. നമുക്കതിൻ്റെ റേഡിയോ ഒന്ന് കേട്ടോ, ടേപ്പും റേഡിയോ എല്ലാം ഫങ്ഷനൊന്ന് നോക്കാം. ടേപ്പിലൊരു പഴയ കാസറ്റാണ്. കാസറ്റെല്ലാം ഇപ്പം ഔട്ട്ഡേറ്റഡായി, എന്നാലും ചിലർക്കത് വലിയൊരു നൊസ്റ്റാൾജിയാണ്. കാസറ്റ് മാഗ്നറ്റൈസ്ഡ് ആണ്, അതുകൊണ്ട് ഇങ്ങനെ മങ്ങിയാണ് കേൾക്കുന്നത്. ഓട്ടോ റിവേഴ്സും എല്ലാം വർക്കിംഗ് ആണ്. നല്ല ക്ലാരിറ്റിയാണ്. ഇപ്പം നമുക്കടുത്ത് ട്യൂണർ നോക്കാം. ട്യൂണറിൻ്റെ ഇപ്പം ഈ ലൈറ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് റിസപ്ഷൻ കുറച്ചൊരു വീക്കാണ്. നല്ല ബേസാണ്. ഒരു രക്ഷയില്ലാത്ത ബേസാണ്. ബോക്സിൽ നമ്മളൊരു പാട്ട് കണക്ട്, നമ്മുടെ ബ്ലൂടൂത്ത് ഡോങ്ങിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കേട്ടോ. പഴയ പാട്ടുകളാണ്. ഇപ്പോൾ കൂടുതൽ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എല്ലാ രീതിയിലും വളരെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിസ്റ്റമാണ് ഇത്. അതുപോലെ തന്നെ ഡിസ്പ്ലേക്കാകട്ടെ കോസ്മെറ്റിക്കലി നല്ല വൃത്തിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇതിൻ്റെ ബട്ടൺസ് എല്ലാം വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ ഈക്വലൈസേഴ്സും എല്ലാം വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ ബേസ്, T ബേസ്, അതിൻ്റെ 3 ഡിഗ്രി ഉണ്ട്, അതെല്ലാം വർക്കിംഗ് ആണ്. അതുപോലെ ട്രെബിളിനുള്ള BBE അതും വർക്കിംഗ് ആണ്. പിന്നെ സറൗണ്ട് എഫക്റ്റ്, അതിൻ്റെ എല്ലാം വർക്കിംഗ് ആണ്. നല്ല ക്വാളിറ്റിയാണ്. നല്ല മെയ്ഡ് ഇൻ ജപ്പാൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ക്വാളിറ്റി ഉണ്ടല്ലോ, അത് നല്ല ഒരു നമുക്കത് ഇത്രയും വർഷമായിട്ട് 10-25 വർഷത്തിൽ കൂടുതലായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. പക്ഷെ ഇപ്പോഴും അതിൻ്റെ ആ ഒരു പവറും അതുപോലെ തന്നെ ക്ലാരിറ്റിക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. ഐവ നിർത്തിപ്പോയത് തന്നെ നമുക്ക് വലിയൊരു വിഷമമാണ്. ശരിക്കും സോണി അവരെ ഏറ്റെടുത്തിരുന്നു, കൊളാബറേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഇറക്കിയ സെറ്റുകൾക്കൊന്നും ഒരു ഭംഗിയില്ല, ഇത്രയും ഒരു ഭംഗിയില്ല. അതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയൻ. പക്ഷേ ഐവയുടെ മികച്ച ഓഡിയോ ക്വാളിറ്റി കാരണം അതിനെ ഇഷ്ടപ്പെടുന്നവരെന്നും അതൊരു നൊസ്റ്റാൾജിയായിട്ട് തന്നെ കൊണ്ട് നടക്കാം. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ഓക്കെ, ബൈ.